യെസ്, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പ്രവേശിക്കുകയാണ്. അതായത് ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി ഇപ്പോൾ ഹൈക്കോടതി നീട്ടിവെച്ചിരിക്കുകയാണ്. ജനുവരി 21 വരെ അറസ്റ്റ് പാടില്ല എന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതേസമയം അതിജീവിതയെ കേസിൽ കക്ഷി ചേർത്ത പശ്ചാത്തലം കൂടി ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. നവമി ഇന്ന് കക്ഷി ചേർക്കണമെന്ന അപേക്ഷ നൽകിയിരുന്നു. നേരത്തെ അത് പരിഗണിക്കുമോ ഇല്ലയോ കോടതി എന്നത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത്. അത് അംഗീകരിച്ചിരിക്കുന്നു കോടതി എന്ന് പറയുമ്പോഴും ഇപ്പോൾ കോടതിക്ക് മുന്നിൽ ഉള്ളത് മുൻകൂർ ജാമ്യ ഹർജിയാണ്. സാധാരണ നിലയിൽ ഈ മുൻകൂർ ജാമ്യമൊക്കെ പരിഗണിക്കുമ്പോൾ അതിൻ്റെ മറ്റ് മെറിറ്റുകളിലേക്ക്, കേസിൻ്റെ ഒരു മെറിറ്റുകളിലേക്ക് സാധാരണ കോടതി പോകാറില്ല. പക്ഷേ ഇവിടെ ഒന്നിലധികം പരാതികൾ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം, ഒപ്പം പ്രതി ആര് എന്ന പ്രിവിലേജ്, അതെല്ലാം കോടതിക്ക് പരിഗണിക്കേണ്ടതായി വരുമല്ലോ. അതുകൊണ്ട് അതിജീവിതയുടെ പരാതി അല്ലെങ്കിൽ അവരെ കക്ഷി ചേർക്കണമെന്ന അപേക്ഷ കോടതി പരിഗണിക്കുന്നത് ഈ കേസിൽ എത്രത്തോളം നിർണായകമാകാൻ സാധ്യതയുണ്ട്? ബലാത്സംഗ കേസിൽ ഇത് 3-ാം തവണയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. 21-ാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വസിക്കാം. അതുവരെ അറസ്റ്റ് തടഞ്ഞത് നീട്ടിയിരിക്കുകയാണ് ഹൈക്കോടതി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയാണ് അതിജീവിത ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയത്. അതെന്തായാലും ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുകയാണ്. ഈ അതിജീവിതയെ കൂടി കക്ഷി ചേർത്തിരിക്കുകയാണ്. 2 ആഴ്ചത്തെ സമയം സത്യവാങ്മൂലം നൽകുന്നതിനു വേണ്ടി അതിജീവിതയ്ക്ക് 2 ആഴ്ചത്തെ സമയമാണ് ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്. 21-ാം തീയതി ഹർജി വീണ്ടും പരിഗണിക്കും. അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി വിശദമായിട്ടുള്ളൊരു വാദത്തിലേക്കായിരിക്കും 21-ാം തീയതി കടക്കുക. അതിജീവിത ഇന്നലെ നൽകിയ ഹർജിയിൽ തന്നെ പ്രധാനമായും ഉന്നയിക്കുന്നത് തനിക്കെതിരെ നടക്കുന്നത് വലിയൊരു സൈബർ അധിക്ഷേപം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികളും മറ്റു ചിലരും ഈ പാർട്ടിയിലുള്ള ചിലരും തന്നെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടത്തുന്നുണ്ട്. താൻ മാനസികമായും വളരെ ബുദ്ധിമുട്ടിലൂടെ പോകുന്ന അവസ്ഥയിലാണ്. തനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൂടി ദയവായി ഹൈക്കോടതി കേൾക്കണമെന്നായിരുന്നു ഇന്നലെ നൽകിയ ഹർജിയിൽ പറയുന്നത്. ഇതെന്തായാലും ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. ഈ അതിജീവിതയ്ക്ക് എന്താണോ പറയാനുള്ളത് അത് സത്യവാങ്മൂലമായി ഹൈക്കോടതി അറിയിക്കുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം തുടക്കം മുതൽ പറയുന്നത് ഒരു കാര്യമാണ്, ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയില്ല. ഈ അതിജീവിതയുടെ സമ്മതത്തോടു കൂടി തന്നെയായിരുന്നു അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നത്. താൻ നിർബന്ധിച്ച് അവരെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചിട്ടില്ല. അവർക്കും അതിൽ സമ്മതമുണ്ടായിരുന്നു. ഇതൊരു കെട്ടുകഥയാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടം ആവർത്തിച്ച് പറയുന്നത്. എന്തായാലും 21-ാം തീയതി ഹർജി പരിഗണിക്കുമ്പോൾ വിശദമായിട്ടുള്ള ഒരു വാദം കേൾക്കും. അതിൽ അതിജീവിതയ്ക്ക് എന്ത് പറയാനുണ്ട് എന്നത് കൂടി കേൾക്കുകയായിരിക്കും ഹൈക്കോടതി 21-ാം തീയതി ചെയ്യുക. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് 21-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞത്. പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇപ്പോൾ താൽക്കാലികമായ ആശ്വാസം എന്ന് തന്നെ പറയാൻ സാധിക്കുന്നു. ജനുവരി 21 വരെ രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമല്ല കോൺഗ്രസിന് കൂടി വലിയ ആശ്വാസമാകുന്നു. കോൺഗ്രസ് പുറത്താക്കിയെന്നൊക്കെ പറയുമ്പോഴും ഇടതുമുന്നണിക്ക് ലഭിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ആയുധമാണ്. ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയോ അറസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ വീണ്ടും രാഹുലിലേക്ക് കേരള രാഷ്ട്രീയം എത്തുന്ന സാഹചര്യമുണ്ടാകുന്നു. വാർത്തകൾ രാഹുലിലേക്ക് കേന്ദ്രീകരിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഹർജി കോടതിയിൽ എത്തുന്നതും ഈ വിഷയത്തിൽ ഇതുവരെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള നടപടികൾ എന്തൊക്കെ എന്നതുമൊക്കെ ഏറെ പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത്. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും ഈ കേസിന്റെ ഒരു തുടക്കം എവിടെ നിന്ന് എന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ സിനിമാ മേഖലയിലെ ഒരു യുവനടി ആണ് ആദ്യം മാധ്യമങ്ങളോട് പങ്കുവച്ചത്. അതിനുശേഷം ഒട്ടേറെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും രാഹുലിന് എതിരെ ഒരു കേസ് പോലും ഇല്ല എന്നത് രാഹുലിന് അനുകൂലമാകുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ തന്നെ രാഹുലിനെ മാറ്റി നിർത്തുന്ന സാഹചര്യമുണ്ടായി. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് രാജിവെക്കേണ്ട പശ്ചാത്തലമുണ്ടായി. പിന്നീട് രാഹുലിന്റെ ഒരു തിരിച്ചുവരവിന്റെ ഘട്ടം എന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നു. പാലക്കാട് കണ്ണാടിയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ വ്യാപൃതനായിരുന്ന ഘട്ടത്തിൽ ആണ് പൊടുന്നനെ ഒരു പരാതി
രാഹുലിന് എതിരെ എത്തുന്നത്. ആ പരാതി എത്തിയേക്കുമെന്ന സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ട് പരാതി ലഭിക്കുകയും അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിവേഗം പരാതി മുന്നോട്ട് പോവുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം രൂപീകരിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമായിരുന്നു രാഹുൽ നിയമ നടപടികളിലേക്ക് കടന്നത്. അതായത് അതിജീവിതയുടെ ആദ്യ പരാതി എത്തുന്നു, പിന്നീട് മറ്റൊരു പരാതി കൂടി എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ അത് ഔദ്യോഗികമായി നിലനിൽക്കുന്ന പരാതി അല്ല എന്നതാണ് വസ്തുത. കാരണം ആ പരാതിയുമായി മുന്നോട്ട് പോകാൻ ഇപ്പോഴും ആ പെൺകുട്ടി തയ്യാറായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ എന്താണ് അതിൽ സംഭവിച്ചത് എന്നതുകൂടി നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യ കേസിൽ ആദ്യ പരാതിയിൽ തന്നെ ഹൈക്കോടതിയുടെ അറസ്റ്റ്, അതായത് ഹൈക്കോടതി ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. നോട്ട് ടു അറസ്റ്റ് എന്ന നിലയിൽ ഇപ്പോഴും മുന്നോട്ട് കാര്യങ്ങൾ പോവുകയാണ്. ഇന്നുവരെ അറസ്റ്റ് ചെയ്യരുത് എന്നതായിരുന്നു കോടതിയുടെ നേരത്തെയുള്ള തീരുമാനം എങ്കിൽ ഇപ്പോഴത് മാറിയിരിക്കുന്നു. ജനുവരി 21 വരെ. ഈ പ്രേക്ഷകരോട് എടുത്തു പറയേണ്ടത്, അതിജീവിത ആദ്യ കേസിൽ ആണ് ഈ സംഭവങ്ങളെല്ലാം. 2 പരാതികളിൽ ആദ്യ പരാതിയിൽ ആണ് ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യം പരിഗണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന നിലപാട് ആവർത്തിക്കുന്നത്. അത് 21 വരെ നീട്ടിയിരിക്കുന്നു എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ വലിയ ആശ്വാസം ആകുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത്. ഏത് പശ്ചാത്തലത്തിലാണ് കോടതിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത്? അതായത് ആദ്യം തന്നെ രാഹുൽ മാങ്കൂട്ടം സെഷൻസ് കോടതിയാണ് സമീപിച്ചത്. തിരുവനന്തപുരത്തെ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ സെഷൻസ് കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിയാണ് ഉണ്ടായത്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഈ ഘട്ടത്തിലെല്ലാം രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ തുടരുന്ന പശ്ചാത്തലം ആണ് ഉണ്ടായിരുന്നത്. അതായത് കണ്ണാടിയിലെ തെരഞ്ഞെടുപ്പ് പ്രവൃത്തികളിൽ വ്യാപൃതനായിരിക്കുമ്പോഴാണ് പരാതി പെൺകുട്ടി നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്. ആ നിമിഷം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ രണ്ടാമത് ഒരു പരാതി കൂടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതാണ് സൂചിപ്പിച്ചത്. ബാംഗ്ലൂർ സ്വദേശിനിയായ പെൺകുട്ടിയാണ് പരാതിക്കാരി. പരാതി നൽകിയത് പക്ഷേ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.